everyone, welcome back. അപ്പോൾ ഇന്നും നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ once again welcome. Disclaimer: This is a random video that I took randomly. അപ്പോൾ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നൊരു മൈൻഡാണ്, എന്നാൽ ഒരു വീഡിയോ എടുത്താലോ, ആ ഒരു മൈൻഡിലെടുത്ത വീഡിയോ ആണ്. Waiting for Riha to come. അപ്പോൾ വഴി വെച്ചിട്ട് ഉമ്മ വിളിച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ മറന്നിക്കണ്. അങ്ങനെ റീഹനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ സാധനങ്ങളും തന്ന് തിരിച്ചു പോയി. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ആൾക്കാർ കാണുമ്പോൾ വീഡിയോ എടുക്കാന്നുള്ളത്. കുറേ പ്രാവശ്യം ഞാൻ രണ്ടാമത്തോ ടേക്കിലാണ് ഇതൊന്ന് റെഡി ആയത്. നമ്മളെ മയിൽ വാഹനം എടുക്കാൻ വേണ്ടി പോവാട്ടോ. കുറേ കാലത്തിൻ്റെ ശേഷം ബസ്സിൽ കയറാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ബസ്സിലൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോണത്. ലൈസൻസ് എടുത്തതിൻ്റെ ശേഷം ഫുൾ ബൈക്കിൽ തന്നെയാണ് എന്ത് കുഞ്ഞാവശ്യത്തിനും പോവല്. ഞാൻ പുതിയതായിട്ട് ആഗ്രഹിച്ച് പഠിച്ച ചെരുപ്പാട്ട, അതിൻ്റെ ഓവറാക്കലാണ്. അങ്ങനെ സ്റ്റോപ്പിലെത്തിയിട്ട് ബസ് വെയിറ്റ് ചെയ്യാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബസ്സൊക്കെ കിട്ടിയത്. എനിക്ക് പേഴ്സണലി ഈ ബസ്സിൽ പോണതൊന്നും ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെ നീണ്ട കാത്തിരിപ്പിൻ്റെ ശേഷം നമ്മളെ ബസ് വന്നല്ല വരുന്നുണ്ട്. ഞാനിങ്ങനെ ആ സമയത്ത് പ്രാർത്ഥിക്കുക, ആരുണ്ടാവരുതേ ബസ്സിൽ എന്നുള്ളത്. ആഗ്രഹിച്ച പോലെ ബസ്സിലധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ കയറി സീറ്റൊക്കെ പിടിച്ചു. ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിക്കണം? നമുക്ക് ഇഷ്ടമല്ലാത്ത പാട്ട് നമ്മൾ ബസ്സിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. അങ്ങനെ അത് നമ്മളൊരു ഫേവറേറ്റ് ലിസ്റ്റിക്ക് മാറണത്. അങ്ങനെ കുറേ പാട്ട് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കണ്. ഞാനിത് ഭയങ്കര ഷൈനസ്സിൽ എടുക്കണതുകൊണ്ട് ക്യാമറ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്. പ്ലീസ് ഡോണ്ട് മൈൻഡ് ദാറ്റ്. അങ്ങനെ നമ്മളെ മയിൽ വാഹനത്തിന്റെ അടുത്തെത്തി. ഈ ഒരു ബൈക്ക് നമ്മളെ കൂടെ കുറേ കൊല്ലം മുന്നേ കൂടിയതാണ്, അതുകൊണ്ട് കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല. പിന്നെയാണ് നമുക്ക് ഷോപ്പിങ്ങും കൊറിയർ പിക്കയിലും അങ്ങനെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉള്ളത്. ആദ്യം തന്നെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ടേക്കാണ് വന്നിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെറുതെ സ്കിൻ കെയർ ആ സെക്ഷൻസ്ക്കൊക്കെ പോയി. ഇതിൻ്റെ വേറൊരു വേർഷനാണ് ഞാൻ യൂസ് ചെയ്യണത്. അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അതിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ തന്നെ നമ്മൾ എടുക്കില്ലാന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെയും നമ്മൾ ആ ഒരു ഫ്രഷ് ക്രീം ആ ഒരു ഏരിയക്ക് പോയി. അങ്ങനെ അവിടുന്ന് നമ്മൾ ട്രൈ ചെയ്യാത്തൊരു ബ്രാൻഡാണ് പ്രാവശ്യം ട്രൈ ചെയ്തത്. അങ്ങനെ അതും വാങ്ങി ബട്ടറിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് അവിടുന്ന് ആവശ്യമുള്ള അല്ലറ ചില്ലറ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ പെറുക്കിയിടുന്നുണ്ട്. ഇത് ഭയങ്കര ആവശ്യമുള്ളൊരു ഷോപ്പിംഗ് ഒന്നും അല്ലായിരുന്നു. ഞാൻ കുറച്ച് റെസിപ്പീസ് കണ്ടപ്പോൾ അത് ട്രൈ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ അമ്മക്ക് ആവശ്യമുള്ള കുറച്ച് സോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ വാങ്ങി ഭയങ്കര ഹാപ്പി മൂഡിൽ ഇറങ്ങി. പിന്നെ നമ്മൾ കൊറിയർ വാങ്ങാനാണ് പോയത്. ഈ ഒരു കൊറിയർ എന്നുള്ളൊരു ആവശ്യം കൊണ്ടാണ് മെയിൻലി നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കണത്. അതിൻ്റെ സൈഡായിട്ട് നടന്നതാണ് ഷോപ്പിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അവിടെ അത്യാവശ്യം കുറച്ച് നേരം നമ്മൾ ലാഗായി നിന്ന് നമ്മളെ പാർസൽ എന്തോ അവർക്ക് അവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറേ തപ്പി തിരഞ്ഞിട്ടാണ് നമ്മളൊരു കുഞ്ഞ പാർസൽ നമുക്ക് ലാസ്റ്റ് തിരഞ്ഞ് കിട്ടിയത്. അങ്ങനെ അവിടുന്ന് സാധനം വാങ്ങി ഇറങ്ങി. ആസ് യൂഷ്വൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ മറന്നിരുന്നു. അത് വേറൊരു കടയിൽ നിന്ന് വാങ്ങി. ഫൈനലി നമ്മളെ വീട്ടിലെത്തിയ പാടന്നെ നമുക്ക് വന്ന ആ ഒരു കൊറിയർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പൊട്ടിക്കാണ്. സംഭവം അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്നാലും ഒരു സാധനം വരുമ്പോൾ അത് പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനക്കേടാണല്ലോ. അതിൽ മെയിൻലി ഒരു 2-3 സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒന്ന് ഉമ്മാക്കുള്ളൊരു ചാർജറായിരുന്നു. പിന്നെ എന്നെ ഭയങ്കര എക്സൈറ്റഡ് ആക്കിയത് ഈ ഒരു മൈക്കാണ്. ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്ത് നിന്ന് കിട്ടിയതാട്ടാ. ഭയങ്കര ഹാപ്പിയാണ്. ആ മൈക്ക് കിട്ടിയ പൊലിവിൽ നമ്മളത് യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കാട്ടാ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളൊരു കാരമൽ പുഡിങ് സെറ്റാക്കാൻ പോവാട്ടാ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു 1 to 2 കപ്പ് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ കസിന് പറഞ്ഞിട്ട് ട്രൈ ചെയ്യണ ഒരു റെസിപ്പിയാണ്. എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്, അവർ ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ അല്ലേ. ഞാൻ കണ്ട ആ ഒരു റെസിപ്പിയിൽ അങ്ങനെ കാര്യങ്ങൾ കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പറയണമൊന്നുമില്ലായിരുന്നു. എനിക്കങ്ങനെ ആ ഒരു വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ നമ്മൾ കഴിക്കണമല്ലോ, അപ്പം അതിനുണ്ടാക്കണമല്ലോ. അങ്ങനെ അത് നല്ല രീതിയിൽ കട്ടകളൊക്കെ പോയിട്ട് കാരമലൈസ്ഡ് ആയാൽ ഒരു 4 to 8 ക്യൂബ്സോളം ബട്ടർ നമുക്ക് ഇട്ടുകൊടുക്കാം. ഇതിട്ടെടുക്കുമ്പോൾ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, ഒന്ന് സൂക്ഷിച്ച് ചെയ്താൽ മതി. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നൊരു സ്മെല്ല് വരാനുണ്ട്. ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. കിച്ചണ് ഫുൾ ഈ ഒരു സ്മെല്ലായിരുന്നു.
അത് മിക്സായി കഴിഞ്ഞാൽ ഒരു 1 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നല്ല പൊട്ടിത്തെറി ഉണ്ടാവും. നല്ല സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. ബട്ട് ഇതിന്ന് വരുന്ന ആ സ്മെല്ല് അതാണ് പിന്നെയും നമ്മളെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണത്. അങ്ങനെ ഈ ഒരു സ്റ്റേജിൽ എത്തണ വരെ നമ്മൾ കൈ വിടാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതൊന്ന് റെഡി ആയെന്ന് കണ്ടാൽ പാൻ ഓഫ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ക്രീം സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു 1 കപ്പ് ഫ്രഷ് ക്രീം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ആ ബീറ്റ് ചെയ്യുന്ന സാധനം ഒരു 2-3 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല ഫ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് നമ്മളെ വിപ്പിംഗ് ക്രീം വന്നാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു കാരമൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിനെന്താ പറയുക, ബീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇത് റെഡിയായി. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ട പണി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പം ബ്രെഡ് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുക. അങ്ങനെ അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു കാരമൽ സോസ്, ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മേലെക്കൂടെ ഇങ്ങനെ ഓടിച്ച് വിട്ടാൽ മതി. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കിയ ആ ക്രീമും ഒന്ന് സെറ്റാക്കി വെക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ ക്രീം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടൈറ്റായി പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രെഡ്ക്കൊന്നും ഈ ഒരു സാധനം അങ്ങോട്ട് ഭയങ്കര ലയിച്ച് പോയിട്ടില്ലായിരുന്നു. അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഭയങ്കര ഒരു വാട്ടറി ആ ഒരു കൺസിസ്റ്റൻസിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാലേ ആ ഒരു ബ്രെഡ്ക്ക് അതൊന്ന് അബ്സോർബ് ആവുള്ളൂ. ആ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് കേട്ടോ എനിക്കിതിൽ പറ്റിയത്. പക്ഷെ ടേസ്റ്റൊക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു. പക്ഷെ ഒന്നും കൂടെ ഭയങ്കര സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മൗത്ത് മെൽറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീലൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അതേപോലെ നമ്മൾ എത്ര ലെയറാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുക. കഴിഞ്ഞിട്ടാ ഇനി അതിൻ്റെ മേലെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്യുക. എനിക്ക് പിന്നെ ഡിസൈനിൽ ഭയങ്കര കഴിവുള്ളതുകൊണ്ട് എൻ്റെ നല്ല ബോറായിക്കണ്. ഡിസൈൻ അല്ലല്ലോ, ടേസ്റ്റ് ആണല്ലോ അല്ലേ കാര്യം. അതിലും എൻ്റെ അഹങ്കാരം മാറാത്തോണ്ട് പിന്നെയും കൊളാക്കാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ആ ഒരു ബ്രെഡ് വെച്ചിട്ട് തന്നെ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ കാട്ടാണ്. പക്ഷെ പിന്നെയും ഞാൻ പറയാണ്, ടേസ്റ്റ് ആണല്ലോ പ്രധാനം. ടേസ്റ്റ് അടിപൊളി തന്നെയാണ്. ഫൈനലി നമ്മളെ സാധനം റെഡിയായി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ മയിൽ വാഹനത്തിൻ്റെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം എപ്പോഴും വണ്ടിൻ്റെ വയറും നിറച്ച് നമ്മളെ പോക്കറ്റും കാലിയാക്കി. ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഡെസേർട്ടൊക്കെയാണ്. എനിക്കൊന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു, നല്ല രീതിയിൽ ഗ്രോ ചെയ്തിരിക്കണം. അപ്പം അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ യൂഷ്വലി ഇവിടേക്കാണ് വരല് എന്തിനും. എപ്പോഴും ഞാനൊരു ബിഫോർ ലുക്കും ആഫ്റ്റർ ലുക്കും എടുക്കലുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ത്രെഡിങ് കഴിഞ്ഞാൽ ഇന്നെ നല്ല പൊട്ടന്മാരെ പോലെ ഉണ്ടാവും കാണാൻ. അങ്ങനെതാ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, പൊട്ടന്മാരെ പോലെ അയക്കണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. കുഴപ്പമില്ലല്ലേ. ബൈ ദ ബൈ, നമുക്ക് പൊല്യൂഷൻ നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാനും കവർ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇനിയും എൻ്റെ വീഡിയോനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.